ഇന്ന് നിങ്ങൾ പലതരത്തിലുള്ള യൂണിഫോമുകൾ ധരിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരു നേഴ്സ് ആണെങ്കിൽ നേഴ്സിൻ്റെ യൂണിഫോം, ഡോക്ടറാണെങ്കിൽ ഡോക്ടറിൻ്റെ യൂണിഫോം, വക്കീലാണെങ്കിൽ വക്കീലിൻ്റെ യൂണിഫോം. ഓരോ പ്രൊഫഷനും അതിൻ്റെ അനുസരിച്ചുള്ള യൂണിഫോമുകളുണ്ട്. ഈ സബർമതി ആശ്രമത്തെക്കുറിച്ച് നമുക്കറിയാം, ഗാന്ധിജിയുടെ ആശ്രമമാണ്. അപ്പം അതിനെ സംബന്ധിച്ചൊരു കഥ പലയിടത്തായിട്ട് വായിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, ആ സബർമതി ആശ്രമത്തിൽ ഒരു സന്യാസി ഒരിക്കൽ ചെന്നതിന് ശേഷം ഗാന്ധിജിയോട് സംസാരിച്ചു. അവിടുത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമായി. തുടർന്ന് കുറച്ച് നാളുകൾ അവിടെ ചെലവഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് ഗാന്ധിജിയുടെ അനുവാദം ചോദിച്ചു. അപ്പം ഗാന്ധിജി മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, അത് ഞങ്ങളുടെ ആളുകൾക്കെല്ലാം സന്തോഷമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സന്യാസിയുടെ യൂണിഫോം അല്ലെങ്കിൽ സന്യാസിയുടെ ആ വേഷം മാറണം. മാറി സാധാരണക്കാരനെ പോലെ ആയെങ്കിൽ മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റുകയുള്ളൂ. സന്യാസിക്ക് ഭയങ്കര അത്ഭുതമായി. അദ്ദേഹം വർഷങ്ങളായി, നീണ്ട നാളുകളായി ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വേഷവിധാനമുണ്ട്, അത് പെട്ടെന്ന് മാറ്റുകയോ. ഗാന്ധിജിയോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് ഗാന്ധിജി അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഗാന്ധിജി പറഞ്ഞു, വേഷം നിങ്ങളുടെ സന്യാസം ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ താപസവൃത്തി അല്ലെങ്കിൽ അതിന് അനുയോജ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ വേഷത്തെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പം എന്താണ് അതിനുള്ള കാരണം എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിന് ആകാംക്ഷയായി. ഇങ്ങനെയാണ് തുടർന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. കാരണം ഈ സന്യാസിയായി അദ്ദേഹം അവിടെ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ആ ആശ്രമത്തിലെ മറ്റാളുകൾ എല്ലാവരും അദ്ദേഹത്തെ കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങും, കൂടുതൽ ആദരിക്കാൻ തുടങ്ങും. ഒരു സാധാരണക്കാരനായിട്ട് അദ്ദേഹത്തിന് ഒരിക്കലും അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ? ഒരു സാധാരണക്കാരനായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ വേഷം വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ സന്യാസിയുടെയോ അല്ലെങ്കിൽ മറ്റ് അതുപോലെയുള്ള വേഷവിധാനങ്ങളാണെങ്കിൽ ജനങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഒരു ആദരവോടെ കാണത്തുള്ളൂ. നമ്മുടെ വേഷവിധാനമല്ല ആക്ച്വലി നമ്മളെ നാം ആക്കി മാറ്റുന്നത്. നാം എന്താണ്, നമ്മുടെ വേഷവിധാനം അനുസരിച്ചുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നാം എന്തായിരിക്കുന്നുവോ അതനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ യൂണിഫോം ഒന്നും വേണ്ട എന്നല്ല അതിനർത്ഥം, യൂണിഫോം ഒന്നും ധരിക്കരുതെന്നല്ല അതിനർത്ഥം. മറിച്ച് നാം ഒരു നേഴ്സാണെങ്കിൽ നേഴ്സായി ജീവിക്കുക. വേഷം ഇട്ടത് കൊണ്ട് നേഴ്സാകുക എന്നുള്ളതല്ല, നേഴ്സായി ജീവിക്കുന്നത് കൊണ്ട് വേഷം വിടുക. അല്ലെങ്കിൽ ഒരു നല്ല ഡോക്ടറായി മാറുക. ആ ഡോക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമായി വേഷം ധരിക്കാം. വേഷം ധരിച്ചത് കൊണ്ട് ഡോക്ടറാകുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ വേഷം ധരിച്ചതുകൊണ്ട് വക്കീലാകുക എന്നുള്ളതല്ല. എന്താകുന്നുവോ അതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടും കൃത്യമായ ധാരണയും ഉണ്ടായി ആ രീതിയിൽ ആക്ട് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അതാണ് ജോലിക്കാണ് പ്രധാനം. നാം എന്തായിരിക്കുന്നു അതിനാണ് പ്രധാനം എന്ന് പറയുന്നത്. നോക്കിയേ, പലരും പുറമേ കാണുന്ന പോലെയല്ല അകമേയുള്ള കാര്യങ്ങൾ. പുറമേ ഒത്തിരി വേഷവിധാനങ്ങളും ഒക്കെ കണ്ടെന്ന് വരാം, പക്ഷേ അകത്ത് ഈ ധരിച്ചിരിക്കുന്ന വേഷത്തോട് യാതൊരു താല്പര്യവും യാതൊരു ബന്ധവുമില്ലെങ്കിലോ. നോക്കിക്കേ, ഒരു വലിയ പുരോഹിതനോ അല്ലെങ്കിൽ ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അദ്ദേഹം ധരിച്ചിരിക്കുന്ന വേഷവും അകത്തെ സ്വഭാവവുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലോ. ഇവിടെയാണ് പ്രശ്നം. ഈ പ്രഭാതത്തില് ഒരു നല്ല ദൈവം നമ്മെ കുറിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന എന്താണോ അത് നല്ല രീതിയിൽ നയിക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും സമർപ്പിക്കാം. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഒരു നല്ല വ്യക്തിയായി മാറാം. ഒരു നല്ല മറ്റുള്ളവരോട് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ, മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നാം ആരാണെന്നുള്ളത് നമ്മുടെ ഐഡന്റിറ്റിയോടെ വെളിപ്പെടണം. നാം ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ക്രിസ്തുവിന്റെ ഭാവത്തിന് നിങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് വചനം പറയുന്നത്. അതെ, നാം ഒരു പുറമേ ചർച്ചിൽ പോകണ്ടെന്നല്ല, അല്ലെങ്കിൽ നല്ലൊരു ക്രിസ്ത്യാനിയായി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ബാഹ്യമായ വേഷങ്ങൾ ധരിക്കുക എന്നുള്ളതല്ല പ്രധാനം. മറിച്ച് നാം തന്നെ ഒരു ക്രിസ്തുവിന്റെ അനുഗാമിയായി മാറാം. അപ്പോൾ അത് മാറുമ്പോൾ ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ വന്നോളും. ഈ പ്രഭാതത്തിൽ ഒരു നല്ല വ്യക്തിയായി മാറുവാൻ, ഉപരി ഒരു നല്ല ക്രിസ്ത്യാനിയായി മാറുവാൻ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നല്ലൊരു ദൈവവൈതലായി മാറുവാൻ ഈ പ്രഭാതത്തിൽ കഴിയട്ടെ. അതിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.